ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടം കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കടന്നു പോകുന്ന ചിന്തകളും എല്ലാത്തിനെയും കുറച്ച് കാര്യങ്ങളാണ്. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഓരോ പേജും നാളെ നിങ്ങളുടെ സ്വപ്നത്തിലെ ഓരോ ചുവടുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എനിക്ക് കഴിയുമോ, എനിക്ക് സമയം നഷ്ടപ്പെടുമോ, മറ്റുള്ള എന്നേക്കാൾ മുന്നിലാണോ, അവർക്ക് എക്സാം കിട്ടി, എനിക്ക് എക്സാം കിട്ടിയില്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണോ ഞാൻ എത്ര പഠിച്ചിട്ടും വിജയത്തിലേക്ക് എത്തുന്നില്ല എന്നിങ്ങനെ ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഓർക്കുക, ഓട്ടം തുടങ്ങിയത് എപ്പോഴാണെന്നല്ല പ്രാധാന്യം, ലക്ഷ്യത്തിലെത്തുന്നത് ആരാണെന്നാണ് പ്രാധാന്യം. നമ്മുടെ മുമ്പ് നമ്മളെക്കാൾ പഠിക്കാത്തവർ വിജയിക്കുന്നത് കാണാം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ശ്രമങ്ങൾ നാളെ വലിയ വിജയങ്ങളായി മാറും. ക്ഷീണം വരാം, മടുപ്പ് വരാം, നമ്മുടെ മാർക്ക് കുറയുമ്പോൾ നമ്മൾ ഡൗൺ ആവാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് സ്വാഭാവികമാണ്. പക്ഷേ അതൊന്നും നിങ്ങളുടെ കഴിവിൻ്റെ അളവുകോലല്ല. പരാജയം അവസരങ്ങളായി മാറ്റുക, അത് വിജയത്തിലേക്കൊരു പാഠം മാത്രമാണ്. ഓരോരുത്തരും രാവിലെ എണീറ്റ് നിങ്ങളോട് തന്നെ പറയുക, ഞാൻ എന്ത് പഠിക്കും, ഞാൻ മുന്നോട്ട് പോകും, ഞാൻ വിജയിക്കും. എന്നത്തേക്കാളും ഇന്നെന്ത് ചെയ്യുന്നു അതിനേക്കാൾ ബെറ്ററാക്കാൻ നാളെ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മറ്റാരും വിചാരിച്ച് നമ്മൾ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. നമ്മൾ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കണ്ടെത്തണം. നമ്മളതുകൊണ്ട് നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് വരാം. ഫോണിൻ്റെ ഉപയോഗം വരാം, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആവാം, അങ്ങനെ ഡിപ്രഷൻ വരാം. ഇതെല്ലാം മാറ്റി വെച്ച് നമുക്ക് നാളെ തന്നെ പഠിച്ചു തുടങ്ങും. നാളെ വേണ്ട, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ച നാളെ ശ്രമിക്കണം. ഓരോ ദിവസവും ഓരോ പ്രോഗ്രസ് നമ്മളിൽ തന്നെ കൊണ്ടുവരണം. അതാണ് നമ്മുടെ വിജയം. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളെ വിശ്വസിക്കുന്ന എല്ലാവരെയും നമ്മൾ ഒരു ദിവസം സന്തോഷിപ്പിക്കണം. അതേപോലെ തന്നെ നമ്മളെ അടിച്ച് തമർത്തുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് മുമ്പിൽ നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരെ കൊണ്ട് പറ്റുമെന്ന് തിരുത്തി കാണിക്കണം. നിങ്ങളുടെ വിജയത്തിന് കാത്തിരിക്കുന്നവരായി ഒരുപാട് പേരുണ്ട്. അതിനാൽ ഇനി ഒരു ദിവസം കൂടി പാഴാക്കരുത്. ഇന്ന് തന്നെ തുടക്കൂ. പുസ്തകം തുറക്കൂ, ഫോൺ മാറ്റി വയ്ക്കൂ, 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂറും പഠിക്കൂ. നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെന്ന് വരാം, പക്ഷേ 1 മണിക്കൂറെങ്കിലും പഠിക്കൂ. കാരണം ഒരു ദിവസം നിങ്ങളുടെ പേര് റിസൾട്ട് ലിസ്റ്റിൽ കാണുമ്പോൾ ഇന്നത്തെ ഈ കഷ്ടപ്പാടുകളെല്ലാം അഭിമാനമായി മാറും. വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ, പ്രയത്നിക്കൂ. വിജയം നമ്മളെ തേടിയെത്തും. നമ്മൾ ഓരോരുത്തരും ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വിജയത്തിലേക്കുള്ള മാർഗങ്ങളായി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ പ്രയത്നിക്കും. ഞാനൊരു 7 ദിവസത്തെ ഒരു സ്റ്റഡി ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും